ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിക്രമിൻ്റെയും വേദനയും ഇന്നത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് നമ്മുടെ വിക്രമും വേദയും തമ്മിലുള്ള ഒരു വാക്ക് തർക്കമാണ്. വിക്രമിൻ്റെ മുറിയിൽ പോയിരിക്കുക. അപ്പോൾ എന്തായാലും ഒരു ചമ്മലോട് കൂടിയാണ് വിക്രം പോയിരിക്കുന്നത്. കാരണം അമ്മ വഴക്ക് പറഞ്ഞത് വേദ ഒരു നെഗറ്റീവാണ്, വിക്രമിൻ്റെ ജീവിതത്തിൽ നെഗറ്റീവാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ട് നമ്മുടെ കമലാമ്മ വിക്രമിനെ വഴക്ക് പറഞ്ഞ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. അതിനിടയ്ക്ക് വിക്രമിൻ്റെ അച്ഛൻ വന്ന് കളിയാക്കുന്നു. ഇതൊക്കെ വലിയ രോഷം കൊണ്ട് നിൽക്കുന്ന വിക്രം തന്നെ മുറിയിൽ പോയി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക. ഈ സമയത്താണ് വേദ മുറിയിലേക്ക് കയറി ചെല്ലുന്നത് ഒരു കളിയാക്കിക്കൊണ്ടാണോ. അപ്പോൾ വിക്രമിനെ മാക്സിമം കളിയാക്കിക്കൊണ്ട് ചെല്ലുമ്പോൾ വിക്രമിൻ്റെ ആ BP കൂടുക, അല്ലെങ്കിൽ വിക്രമിന് ദേഷ്യം ഉണ്ടാക്കി വേദയ്ക്കെതിരെ വേദനെ കളിയാക്കുക. നീ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ നെഗറ്റീവ് എന്ന് പറഞ്ഞ് വേദയെ കളിയാക്കി വേദയോട് ചൂടാകുകയും ഈ സമയത്ത് വേദയ്ക്ക് ആദ്യം ഒന്ന് സങ്കടം വരുന്നുണ്ടെങ്കിലും പിന്നെ ഇങ്ങനെ സങ്കടപ്പെട്ട് കാര്യമില്ലല്ലോ. എന്തായാലും വിക്രമിനെ ഒതുക്കാനാണ് തൻ്റെ ലക്ഷ്യം. അപ്പം വിക്രമിൻ്റെ ഈ ചൂടാകിയുള്ള വാക്കുകളെയൊക്കെ നാരായണസ്വാമിയുടെ പദം ഉപയോഗിച്ച്, അല്ലെങ്കിൽ നാരായണസ്വാമിയുടെ പേര് കാര്യം പറഞ്ഞ് വേദ വിക്രമിനെ താഴ്ത്തിക്കെട്ടുകയും അല്ലെങ്കിൽ ആ ചൂടായി നിന്ന വിക്രമിനെ ഒതുക്കുക. അങ്ങനെ ഒരു രസകരമാകുന്ന നിമിഷമാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്തോട്ട്. അതിനിടയ്ക്ക് വിക്രമിനോട് പറയും, ഇന്നത്തെ കാലത്തൊക്കെ ആരെങ്കിലും ഇതുപോലുള്ള സ്വാമിമാരുടെ അടുക്കൽ പോകുമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. അപ്പം വിക്രം പറയാം, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദയോട് വഴക്കുണ്ടാക്കുകയും അങ്ങനെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി വിക്രം വേദയോട് പറയും, നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറയാം. അപ്പം പെട്ടെന്ന് വേദ പറയാണ്, നടന്ന കാര്യം തന്നെ എന്നൊക്കെ പറഞ്ഞ് വിക്രമിനോട് എതിർത്ത് നിൽക്കുകയും എന്തായാലും വേദ വിക്രമിൻ്റെ ആ ചൂടായ ആ സ്വഭാവത്തെയൊക്കെ പരിഹാസത്തിലൂടെ തണുപ്പിക്കുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെയാണ് കാണുന്നത്. അതിനുശേഷം വേദ തൻ്റെ മുറിയിൽ നിന്ന് വിക്രമിൻ്റെ മുറിയിൽ നിന്ന് പോവുകയാണോ. അതിനുശേഷം കാണുന്നത് നമ്മുടെ ശ്രീജ തുണിയൊക്കെ രാവിലെ കഴുകി ഉണക്കാൻ വേണ്ടി വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്ത് നന്ദിനി ഒരു പണിയും ചെയ്യാതെ പത്രമൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നന്ദിനി വിളിച്ച് ചോദിക്കുന്നുണ്ട്, ശ്രീയേച്ചി എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുക. ഓ വേണ്ട നന്ദിനി എന്ന് പറയുക. നീ ഇന്ന് പത്രം വായിച്ചോ എന്ന് പറയാം. രാവിലെ പത്രം വായന ഒരു ജോലിയില്ല, മടിച്ചായതുകൊണ്ട് തന്നെ ജോലിയൊന്നും ചെയ്യാതെ പാപം ശ്രീജ അവിടെ കിടന്ന് അധ്വാനിക്കുന്ന ഒരു ഭാഗമാണോ. അതിനുശേഷം എന്തായാലും നന്ദിനി അടുക്കലേക്ക് ചെല്ലുക. ശ്രീജയുടെ അടുക്കലേക്ക് ചെന്ന് ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ചെല്ലുക. നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, വേണ്ട നീ അവിടെ പോയിരുന്ന് പത്രം വായിച്ചോ എന്ന് പറയാം. ലോകകാര്യങ്ങളൊക്കെ അറിയണമല്ലോ എന്ന് പറയാം. അപ്പം നന്ദിനി പറയാണ്, ഇവിടെ ഈ പത്രം വായിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ലോകകാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയാം. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റ് വെളിയിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാൻ പോലും. അതുകൊണ്ട് ഞാൻ വായിച്ചതാണ് കേട്ടോ ശ്രീജേച്ചി എന്ന് പറയാം. അപ്പം ശ്രീജ പറയാണ്, ഞങ്ങളൊക്കെ പത്രം വായിക്കും, ഞങ്ങളുടെ ജോലിയൊക്കെ തീർത്തതിന് ശേഷമേ ഞങ്ങൾ പത്രങ്ങളൊക്കെ വായിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ചെറിയ കളിയാക്കിച്ചാണ്. അപ്പോൾ ആ സമയത്ത് നന്ദിനിക്ക് മനസ്സിലായി, ശ്രീജയും കളിയാക്കി പറയുന്നതാണല്ലോ, വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, ജോലി ഇല്ലാഞ്ഞിട്ട് കൊണ്ടല്ല, മടി പിടിച്ചാണ് താൻ ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ കളിയാക്കിയതാണ് എന്ന് നന്ദിനിക്ക് മനസ്സിലാക്കുകയും നന്ദിനി ചോദിക്കുകയാണ്, അപ്പോൾ ശ്രീജയും എന്നെ കളിയാക്കിയാണല്ലേ എന്ന് ചോദിക്കുക. അല്ല നന്ദിനി, അങ്ങനെയൊന്നും അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, ജോലിയൊക്കെ തീർത്തതിന് ശേഷം ഞാൻ പത്രം വായിക്കാറുണ്ട് എന്ന് പറയാം. നീ പോയിരുന്ന് പത്രം വായിച്ചോ, ഞാനിത് ചെയ്തോളാം എന്ന് പറയാം. ഈ സമയത്ത് പെട്ടെന്ന് അതിന് ശേഷം നന്ദിനി വീണ്ടും അതേ പൊസിഷനിൽ പോയിരുന്ന് പത്രം വായിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വേദ കുളിയൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഭാഗമാണ്. പെട്ടെന്ന് തൻ്റെ നന്ദിൻ്റെ മുന്നിൽ കൂടെ വേദ പോകുമ്പം ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടല്ലോ. നോക്കുമ്പോൾ എന്തോ ഒരു കുറ്റം കണ്ടെത്തണമല്ലോ നന്ദിനിക്ക്. അപ്പം ആ കുറ്റം കണ്ടെത്തുന്നൊരു ഭാഗമാണ്. അപ്പോൾ താലിമാല അഴിച്ചു വെച്ചിട്ടാണ് വേദ കുളിക്കുവാൻ പോയത്. പെട്ടെന്ന് നിന്നേ എന്ന് പറഞ്ഞ് മുന്നിൽ കൂടെ പോയ വേദന പിടിച്ച് നിർത്തി ഒന്ന് രൂക്ഷമായിട്ട് നോക്കി. അതിനുശേഷം എന്താ നന്ദിനിയുടെ അടുത്ത് നോക്കുന്നത് എന്ന് ചോദിക്കും. ഒന്നുമില്ല, പൊക്കോളാൻ പറയാം. അപ്പം വേദയുടെ വഴിക്ക് തന്നെ മുറിയിലേക്ക് പോയി പെട്ടെന്ന് അകത്തേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീജേനെ വിളിക്കുകയാണ് നന്ദിനി വിളിക്കുകയാണ്. ശ്രീയടുത്ത് ഇങ്ങ് വന്ന് ഒരു കാര്യം പറയാമെന്ന് പറയുക. എന്താ കാര്യം എന്ന് ചോദിക്കുക. ഇങ്ങ് വാ എന്ന് പറഞ്ഞ് നന്ദിനി ശ്രീജേനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരിക. തുണി വിരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം പെട്ടെന്ന് വേദയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. എന്താ നന്ദിനി നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുക. വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നന്ദിനി പെട്ടെന്ന് ശ്രീജയുമായിട്ട് ആ വേദയുടെ മുറിയുടെ ജനലിൻ്റെ അവിടെ പോയി ഒളിഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വേദ ആ താലിമാല അവിടെ അഴിച്ചു വെച്ച താലിമാല എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് എടുത്തിടുന്ന ഒരു ഭാഗമാണ്. കണ്ടോ എന്ന് ചോദിക്കുക നന്ദിനി. എന്ത് കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. താലിമാല എടുത്തിടുന്നതാണോ ഇത്ര വലിയ സംഭവം എന്ന് ശ്രീജ ചോദിക്കുക.
ഇത് പറഞ്ഞാലും മനസ്സിലാകത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നന്ദിനി വേദയോട് നമ്മുടെ ശ്രീജിയോട് ചോദിക്കുകയാണ് ഇത് എന്തുവാണ് എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് വേദ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് രണ്ടുപേര് ജനൻ്റെ അവിടെ ഇന്ന് എന്തോ കാര്യങ്ങൾ പറയാം, ഗൂഢാലോചന നടത്തിയ. അപ്പം വേദ ചോദിക്കുക എന്താണ് രണ്ടുപേരും കൂടെ ഒന്ന് ഗൂഢാലോചന നടത്തുന്നത് എന്ന് ചോദിക്കുമോ. ഞങ്ങൾക്ക് ഗൂഢാലോചന നടത്തത്തില്ലേ എന്ന് നന്ദിനി തിരിച്ചു ചോദിക്കുക. നന്ദിനിയടുത്ത് ചോദിക്കും ഗൂഢാലോചന നടത്തും, പക്ഷേ എങ്കിൽ ശ്രീജയടുത്ത് അങ്ങനെ ചെയ്യും, എനിക്കെതിരെ ഗൂഢാലോചന നടത്തുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് പറയുകയാണ് ഗൂഢാലോചന ഒന്നുമല്ല, നീ കാണിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കണ്ടുപിടിക്കുക, അപ്പം ഞാൻ മാത്രമോ കണ്ടെങ്കിൽ അത് കളവാന്ന് പറയുമല്ലോ, അതുകൊണ്ടൊരു സാക്ഷിയായിട്ട് ആ ശ്രീജയടുത്തിനെ ഞാൻ വിളിച്ചോണ്ട് വന്നത് എന്ന് പറയുക. എന്താ കണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് വേദ ചോദിക്കുക. അപ്പോൾ പറയുകയാണ് പെട്ടെന്ന് നമ്മുടെ ശ്രീജൻ ചോദിക്കുക എന്താ നന്ദിനി നീ എന്ത് കണ്ടെന്നാണ് പറയുന്നത്, ഞാനും ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറയാം. അവൾ താലിമാല ഊരി വെച്ചത് കണ്ടോ എന്ന് ചോദിക്കും. അതാണോ ഇത്ര വിഷയം എന്ന് വേദ ചോദിക്കുക. അതൊരു വിഷയം തന്നെയാണ്. നീയല്ലേ നാഴിക്ക് 40 വട്ടവും ദൈവങ്ങളുടെ പേര് പറഞ്ഞ് താലിക്ക് അത്ര മാഹാത്മ്യമുണ്ടെന്ന് പറയുന്നത്, എന്നിട്ട് നീ താലിമാല എന്തിനാ അഴിച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നിനക്ക് താലിമാല അഴിച്ചു വെക്കാൻ അറിയാം അല്ലേ എന്ന് ചോദിക്കുക. അതിനിപ്പോൾ എന്താ, ഞാൻ കുളിക്കുവാൻ പോയപ്പോൾ താലിമാല അഴിച്ചു വെച്ചു, അതിനിപ്പോൾ എന്താ പ്രത്യേകത, എന്താ വിഷയം ഇരിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം ശ്രീജയും പറയാണ് അതിനിപ്പോൾ എന്നാ നന്ദിനി, താലിമാല അഴിച്ചു വെച്ച് കുളിക്കാൻ പോകുന്നതിനിപ്പോൾ എന്താ കുഴപ്പം, നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലായിരിക്കും, ഇവർക്ക് അങ്ങനെയല്ലല്ലോ, ദൈവത്തെ പോലെയുള്ള താലിമാല എന്ന് പറയാം. അതെ അങ്ങനെ തന്നെയാണ്, പക്ഷെങ്കിൽ ഇത് അഴിച്ചു വെക്കാൻ പാടില്ല എന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് താലിമാല വലിച്ചെറിയാലോ, ഊരി വെക്കാനും ഒക്കെ അറിയാമല്ലേ എന്ന് ചോദിച്ച് കളിയാക്കുന്നൊരു ഭാഗം. അതായത് ഒരു വലിയൊരു വിഷയം ഉണ്ടാക്കാൻ നോക്കുകയാണ്. താലിമാല അഴിച്ചു വെച്ചു എന്ന് പറഞ്ഞ് വലിയ വിഷയമുണ്ടാക്കുകയും. അപ്പം ഇത് വേദ പറയാണ് ഇത് അഴിച്ചു വെക്കുന്നത് എന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. അതിനിപ്പോൾ ഈ താലിമാല അമ്പലത്തിൽ പൂജിച്ച് കഴുത്തിൽ കെട്ടുമ്പോഴാണ് ഇതിൻ്റെ മാഹാത്മ്യം, അതിനുശേഷം ഇത് വെറും സ്വർണം മാത്രമാണ് എന്ന് പറയാം. അങ്ങനെ തന്നെ ഞങ്ങളും കാണുന്നത്, പക്ഷെങ്കിൽ നീ അങ്ങനെയല്ല ഈ താലിമാലയെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കുകയും അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമാക്കി മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ വേദ അതിനെതിരെ പ്രതികരിച്ച് നന്ദിനിയെ അവിടെ അതൊരു വിഷയമല്ലാതാക്കി കളിയാക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് പിന്നെ ഈ സമയത്ത് നമ്മുടെ കമലാമ്മയും കടന്നു വരികയാണ്. കമലാമ്മ അങ്ങോട്ട് വന്നത് എന്താ ഒരു ഓട്ടോയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മുടെ വേദ കുളിച്ചിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കമലാമ്മ ചോദിക്കുക മോള് കുളിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ നന്ദിനി പറയുകയാണ് ജോലിയും വേലയൊന്നും ഇല്ലാത്തവർ കുളിച്ചൊക്കെ രാവിലെ ടിപ്പ് ടോപ്പായിട്ട് ഇരിക്കും എന്ന് പറയാം. അങ്ങനെ വേദയ്ക്കെതിരെ വീണ്ടും കമലാമ്മയുടെ മുൻപിൽ വലിയ ആളാകാൻ വേണ്ടി ശ്രമിക്കുക. ഈ സമയത്ത് പെട്ടെന്ന് കമല പറയുകയാണ് കുളിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്താണ് കുഴപ്പം, എല്ലാവരും രാവിലെ കുളിച്ച് ഒരുങ്ങിയിരിക്കുന്ന നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുക. എന്തായാലും അത് പറഞ്ഞിട്ട് നമ്മുടെ കമലാമ്മ അങ്ങ് പോകും. ഈ സമയത്ത് എവിടെ പോയതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും പറഞ്ഞു മോള് പറഞ്ഞതുപോലെ ഞാൻ അമ്പലത്തിലൊക്കെ ഇന്ന് പോയി, അമ്പലത്തിൽ മാത്രമല്ല മോള് പറഞ്ഞ ആ പൂജാരിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു, മോളുടെയും വിക്രമിൻ്റെയും ജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ നല്ലതാണ് അവർ പറയുന്നത്, മോള് മുഖേനയാണ് വിക്രം രക്ഷപ്പെടാൻ പോകുന്നത്, നന്നാവാൻ പോകുന്നത് എന്നാണ് ആ പൂജാരി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മളെ നന്ദിനിയുടെ മുഖമൊക്കെ അങ്ങ് കറക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വാ മോളെ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് കമലാമ്മ ഞാൻ കയറി പോകുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ശ്രീജിയും കമലാമ്മയുടെ കൂടെ കയറിപ്പോയി. ഈ സമയത്ത് നന്ദിനിയും വേദയും മാത്രമാണ്. വാ കിടത്തി നമുക്ക് പുട്ടും കടലയും അടിക്കാം എന്ന് പറഞ്ഞ് കളിയാക്കി വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് കാണാം. അതിനുശേഷം കാണുന്നത് നമ്മുടെ വേറെ സീൻ, നമ്മുടെ വിക്രം കടന്നു വരുന്ന വിക്രം വെളിയിലൊക്കെ പോയി കറങ്ങിയിട്ട് വരുന്ന സമയത്താണ്. ഈ സമയത്ത് വിക്രമും വേദിയും തമ്മിൽ സംഭാഷണം ഉണ്ടാകുന്ന ഒരു ഭാഗമാട്ടോ. അതായത് മറ്റേ ഈ പൂജാരിയുടെ, അതായത് നാരായണസ്വാമിയുടെ പേര് തന്നെ പറഞ്ഞ് വിക്രമിനെ ഒന്ന് എരിവ് കയറ്റാനും കളിയാക്കാനും ശ്രമിക്കും. ഈ സമയത്ത് വിക്രം വേദയുമായിട്ട് വാക്ക് തർക്കം ഉണ്ടാകും. ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ അയൽവാസിയായ രമ്യ കടന്നു വരികയാണ്. രമ്യ ചെറിയൊരു പാത്രത്തിൽ പായസവുമായിട്ടാണ് കടന്നു വരുന്നത്. ഈ സമയത്ത് വിക്രമും വേദയും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകുക. ഈ സമയത്ത് അന്നേരം ചോദിക്കുക എന്താ ഒരു വഴക്കാണോ എന്ന് ചോദിക്കുക. വഴക്കൊന്നും അല്ല രമ്യ, ഞങ്ങളെ ഒരു റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, ഞങ്ങളൊരു പുതിയ ചാനൽ ഉണ്ടാക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു രസകരമാകുന്ന നിമിഷം. ഈ സമയത്ത് എന്താണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിച്ചിരി പായസമായിട്ട് പുതിയ അയൽവാസിയില്ലേ എന്ന് പറഞ്ഞ് പായസമായിട്ട് വന്നപ്പോൾ പെട്ടെന്ന് വേദ
രമ്യനെ സ്വീകരിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കിച്ചണിലേക്ക് പോവുക. ഈ കിച്ചണിലേക്ക് ചെന്നപ്പോൾ കമലാമ്മയും അതുപോലെ നന്ദിനിയും അവിടെ നിന്ന് പാചകം ചെയ്യുന്ന അല്ലെങ്കിൽ വെജിറ്റബിൾ അരിയുന്നൊരു ഭാഗമാണ്. ഈ സമയത്ത് പെട്ടെന്ന് രമ്യനെ കണ്ടുകൊണ്ട് എല്ലാവരും ഹായ് മോളെ എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് കടന്നു വന്ന അതിഥിയെ സ്വീകരിക്കുന്നൊരു ഭാഗമുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് ഞാൻ വെളിയിൽ വന്നപ്പോഴത്തേക്ക് വിക്രമും വേദയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടു. അന്നേരമാണ് ഇവർ പറയുന്നൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഭാഗം കണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ എന്തായാലും കറണ്ട് പോയതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ഡിലേ. അപ്പം എന്തായാലും അതിനുശേഷം ഈ രമ്യ അവിടെ നിന്ന് പോകുന്നു. അതിനിടയ്ക്ക് രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. ഈ റീൽസ് അല്ലെങ്കിൽ പുതിയ ചാനലിൽ ഞങ്ങൾ റീൽസ് ഇടുന്നുണ്ട്. അതിൻ്റെ അകത്ത് നന്ദിനിയടുത്തേയും ഒരു താരമാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദിനിക്കൊരു പുതിയ പേരൊക്കെ ഇടുന്ന ഒരു രസകരമാകുന്ന ഒരു തൊരപ്പൻ സ്വഭാവക്കാരിയെക്കുറിച്ചുള്ള ഒരു പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ നന്ദിനിയുടെ കിളി പോകുന്ന ചില രസകരമാകുന്ന നിമിഷവും. അതിനുശേഷം കാണുന്നത് നമ്മുടെ വേദയുടെ അച്ഛൻ രാവിലെ കോടതിയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന ഒരു സമയമാണ്. ഈ ഒരുങ്ങിയ ഷൂ ഒക്കെ ഇട്ട് ഒരുങ്ങി വെളിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഈ ജഡ്ജി വീണ അതേ സ്റ്റെപ്പിൽ വരുമ്പോൾ പെട്ടെന്ന് വേദയുടെ അച്ഛന് ചങ്കിനൊരു വേദന ഉണ്ടാകുകയും പെട്ടെന്ന് അവിടെ സഹിക്കുവാൻ കഴിയാതെ പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സഹിക്കുവാൻ വയ്യാതെ ചങ്കിൽ കൈ കൊടുത്ത് ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു നിമിഷം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.